ശരീരത്തിന്റെ ചലനത്തോടെ ആരോഗ്യം വീണ്ടെടുക്കുക എന്ന ആശയമാണ് ഫിസിയോതെറാപ്പിയിലൂടെ നാം വ്യക്തമാക്കുന്നത്. എൻ്റെ പേര് സന്ധ്യ പി ഗോപാൽ, ഫിസിയോതെറാപ്പി ഇൻചാർജ് MGM മുത്തൂറ്റ് ഹോസ്പിറ്റൽ കോഴഞ്ചേരി. ഫിസിയോതെറാപ്പിയെ പറ്റി നമുക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിവുള്ളതാണ്. പലരും ഇന്ന് ഹോസ്പിറ്റലുകളിൽ നടുവേദന, കഴുത്തുവേദന, കൈകൾക്കുണ്ടാകുന്ന കഴപ്പ്, മുട്ടുവേദന, ഉപ്പൂറ്റുവേദന പല കാര്യങ്ങൾക്കായി നമ്മൾ ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സിന്റെ റെഫറൻസോട് കൂടി വന്ന് കാണുന്ന ഒരു ചികിത്സാ രീതിയാണ്. സ്ഥാനാർബുദ ശസ്ത്രക്രിയയിൽ ഫിസിയോതെറാപ്പിക്കുള്ള പ്രധാന പങ്കാണെന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഉണ്ടാകുന്ന കൈകാലുകൾക്കുണ്ടാകുന്ന വീക്ക്നെസ് അല്ലെങ്കിൽ കൈകാലുകൾ ചലിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട്, ലിംഫെഡിമ, വേദന, ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള കാഠിന്യങ്ങളും മരവിപ്പും എന്നിവയെല്ലാം നമുക്ക് കണ്ടുവരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിൽ നിന്ന് ഫിസിയോതെറാപ്പി നമുക്ക് അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ ആ ചികിത്സാ രീതി മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് നമുക്ക് നോക്കാം. തോൾ ഭാഗങ്ങൾക്കുണ്ടാകുന്ന വേദനകള്, തോളുകൾ പൊക്കാൻ പറ്റാത്ത അവസ്ഥകൾ, കൈമുട്ടുകൾ ചലിപ്പിക്കാനും കൈപ്പത്തികളിൽ നമുക്ക് സാധനങ്ങൾ ഹോൾഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളെല്ലാം സാധാരണ കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ കൈകളിലുണ്ടാകുന്ന നീർവീഴ്ച, അതിന് ലിംഫെഡിമ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതിൽ നമ്മളുടെ ഫിസിയോതെറാപ്പി വ്യായാമങ്ങളും ഇലക്ട്രോതെറാപ്പി ഉപയോഗിച്ചുമാണ് ചികിത്സയുടെ രീതികൾ മുന്നോട്ട് പോകുന്നത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം അടുത്ത ദിവസങ്ങളിൽ തന്നെ ഡോക്ടറിന്റെയോ സർജന്റെയോ ഓങ്കോളജിസ്റ്റിന്റെയോ അറിവോട് കൂടി നമുക്ക് ചികിത്സാ രീതികൾ തുടങ്ങാവുന്നതാണ്. അതിൽ നമ്മൾ ആദ്യം വളരെ മിതമായ രീതിയിൽ കൈകൾ ചലിപ്പിക്കുക, ഷോൾഡർ ജോയിന്റുകളെ പതുക്കെ പതുക്കെ കൈകൾ ചലിപ്പിച്ചും കൈപ്പത്തികളുടെ വിരലുകൾക്ക് ചെറിയ ചെറിയ ആക്ടിവിറ്റീസുകൾ കൊടുത്തുമാണ് ആദ്യത്തെ ദിവസങ്ങളിൽ നമ്മൾ തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് വേദന കുറയ്ക്കുന്നതിനുള്ള ഇലക്ട്രോതെറാപ്പി മൊഡാലിറ്റികൾ നമ്മുടെ ഫിസിയോതെറാപ്പി ചികിത്സാ രീതിയിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മൂന്നാമതായി വരുന്ന ലിംഫെഡിമ എന്ന് പറയുമ്പോൾ നമ്മുടെ ശസ്ത്രക്രിയ കഴിഞ്ഞ് ലിംനോഡുകൾ നീക്കം ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. ആ അവസ്ഥയിൽ ആ ഭാഗത്തുള്ള ലിംനോഡുകൾക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ അവിടെ നീര് അല്ലെങ്കിൽ വീക്കം കൈകൾക്ക് ഉണ്ടാകുകയെന്ന്, അത് പേഷ്യൻസുകളിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. കൈകൾക്ക് ബലക്കുറവ്, അതുപോലെ തന്നെ കൈകൾക്ക് ഭാരം തോന്നുക, അവരുടെ ഡെയിലി ആക്ടിവിറ്റീസിലോട്ട് അവരെ മുന്നോട്ട് കടത്താൻ അവർക്ക് പറ്റാത്തൊരവസ്ഥയാണ് ലിംഫെഡിമ. അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതര ഫിസിയോതെറാപ്പി ചികിത്സാ രീതിയാണ് സർജറി ഫാരഡിസം അണ്ടർ പ്രഷർ എന്ന്. അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ക്രേപ്പ് ബാൻഡേജുകൾ കൈവിരലുകൾ തൊട്ട് ഷോൾഡർ വരെ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഇലക്ട്രിക് കറണ്ടുകൾ കൊടുത്ത് ചെയ്യുന്ന ഒരു നൂതന ഫിസിയോതെറാപ്പി ചികിത്സാ രീതിയാണ്. അതുവഴി അത് ഏത് സൈഡിലെ കൈകൾക്കാണോ നീർവീഴ്ച ഉള്ളത് അവിടുത്തെ ലിംഫ്നോഡുകളുടെ പ്രശ്നം ശരീരത്തിന്റെ മറ്റു ഭാഗത്തുള്ള ലിംഫ്നോഡുകളെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് അവിടുത്തെ നീർവീഴ്ച കുറയ്ക്കുക എന്നതാണ് ഈ ഒരു ട്രീറ്റ്മെന്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഇലക്ട്രിക് കറണ്ടിന്റെ പ്രവർത്തനം വഴി അവിടെയുള്ള മസിലുകളെ നമ്മൾ നല്ലതായിട്ട് കോൺട്രാക്ട് ചെയ്യുക, അല്ലാതെ ചലിപ്പിച്ചുകൊണ്ട് അവിടുത്തെ ഫ്ലൂയിഡ് ഡ്രെയിനേജിനെ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഈ സൈഡിലുള്ള നമ്മുടെ നീരുകൾ കുറയ്ക്കാൻ വേണ്ടി മസാജ് ടെക്നിക്കുകളുണ്ട്. അതിൽ കൈപ്പത്തിയിൽ നിന്ന് ഷോൾഡറിന് നേരെ, കൈപ്പത്തിയിൽ തുടങ്ങി ഷോൾഡറിലേക്ക് വരുന്ന രീതിയിലുള്ള ഡയറക്ഷനിലുള്ള മസാജുകൾ കൊടുത്ത് അവിടെയുള്ള നീരിനെ നമ്മുടെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കടത്തിവിടുന്ന രീതി, അത് നമ്മൾ പേഷ്യന്റിന് പഠിപ്പിച്ചു കൊടുക്കുകയും അവരതുവഴി വീട്ടിൽ തന്നെ അത് പ്രാക്ടീസ് ചെയ്ത് ഈ വരുന്ന നീർവീഴ്ചയും ബുദ്ധിമുട്ടുകളും തടയാനും ഒരു പരിധിവരെ കുറയ്ക്കാനും ഈ മാർഗം ഫലപ്രദമാണ്. ഫിസിയോതെറാപ്പി ചികിത്സാ രീതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വ്യായാമങ്ങളും ഇലക്ട്രോതെറാപ്പി മൊഡാലിറ്റി ഉപയോഗിച്ചുള്ള ചികിത്സാ രീതികളും രോഗികളിൽ വളരെയധികം ഫലപ്രദമാണ്. വ്യായാമങ്ങളെ കുറിച്ച് നമ്മൾ അവർക്ക് ബോധവൽക്കരിക്കുന്നതിലൂടെ അവർക്ക് വീട്ടിൽ തന്നെ അത് തുടരുവാനും അവരുടെ ലൈഫ് സ്റ്റൈലിൽ കുറെ മോഡിഫിക്കേഷൻസ് അവർക്ക് തനിയെ വരുത്തുവാനും സാധിക്കുന്നതാണ്. ഈ വിഷയത്തെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നന്ദി.